ഡിവൈഎഫ്ഐ എന്ന നാലക്ഷരത്തിന് ഹൃദയപൂർവം എന്ന മറുപേര് കൂടി നൽകിയിട്ടുണ്ട് കേരളം. അതിന് പല കാരണങ്ങളുമുണ്ട്. നമ്മുടെ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഇവിടെയൊക്കെ കഴിയുന്ന രോഗികൾക്ക് അന്നം നൽകിയതിലൂടെയാണ് ഡിവൈഎഫ്ഐ അവരുടെ ഹൃദയത്തിൽ ചേക്കേറിയത്. കേരളം ഏത് ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും പതറാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒരു വിളിപ്പാടകലെ കയ്യെത്തും ദൂരത്ത് ഒരു ഡിവൈഎഫ്ഐക്കാരനെങ്കിലും ഉണ്ടാകും എന്നത് കേരളത്തിൻ്റെ ആത്മവിശ്വാസമാണ്, കരുത്താണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായാലും രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നായാലും ഡിവൈഎഫ്ഐക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആ സംഘടന തളർന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ, ഹൃദയത്തിൽ ആ സംഘടന സ്ഥാനം നേടിയതുകൊണ്ടാണ്. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമുഖത്ത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെരുവോരങ്ങളിൽ ഉണ്ടായിരുന്നു. ആക്രി പെറുക്കിയും വാഹനങ്ങൾ കഴുകിയും പാത്രങ്ങൾ കഴുകിയും ചായ വിറ്റും അവർ പണം കണ്ടെത്തി കേരളത്തിൻ്റെ പുനർസൃഷ്ടിക്കായി. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം 3 കോടിയിലധികം രൂപയാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച് നൽകിയത്. ദുരന്തമുണ്ടായി പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആദ്യം പ്രഖ്യാപിച്ചത് 25 വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു നൽകും എന്നാണ്. അതിന് പിന്നാലെയാണ് മറ്റ് സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നത്. പക്ഷേ 100-ലധികം വീടുകൾ നിർമ്മിക്കാനുള്ള പണം അവർ സമ്പാദിച്ചിട്ടുണ്ട്. ഇത്തരം വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഐ എന്നും വേറിട്ട സംഘടന എന്ന പേര് നേടിയതും. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശിയാണ്. ഡിവൈഎഫ്ഐ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടായെങ്കിൽ അത്, ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ സംഘടന മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സരിൻ ശശിയോട് ചോദിക്കാം. കണ്ണൂരിലെ ഡിവൈഎഫ്ഐയുടെ സാരഥ്യം എന്ന് പറയുന്നത് പിൻകാലങ്ങളിൽ നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിമാർ ആയിരുന്നവരാണ് പിന്നീട് പാർട്ടിയെ നയിക്കാൻ കേരളത്തിൽ എന്നും ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ സരിൻ ശശി മറുപടി നൽകും എന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സരിൻ ശശി. നമസ്കാരം. ഈ കണ്ണൂരിലെ CPM നേതാക്കളെ, ഡിവൈഎഫ്ഐ നേതാക്കളെ ഒക്കെ ഒരു പ്രത്യേക ഭൂതക്കണ്ണാടി വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ എതിരാളികളായാലും മാധ്യമങ്ങളായാലും നോക്കിക്കാണുന്നത്. നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കണ്ണൂരിലെ ഡിവൈഎഫ്ഐയുടെയും CPM നേതാക്കന്മാരെല്ലാം തന്നെ അവരെല്ലാം ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. അവർ ചില വിഷയങ്ങളിൽ ചിലപ്പോൾ വൈകാരികമായിട്ടെല്ലാം പ്രതികരിക്കുന്നുണ്ടാവാം. ആ വൈകാരികത എന്ന് പറയുന്നത് അവരുടെ പ്രസ്ഥാനത്തോടുള്ള കൂറും സമൂഹത്തോടും ജനങ്ങളോടുമുള്ള കൂറ് ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി. അവരെല്ലാം ഹൃദയത്തിൽ ഈ പാർട്ടിയെ നെഞ്ചേറ്റിയവരാണ്, ജനങ്ങളെ നെഞ്ചേറ്റുന്നവരാണ്. സദാസമയവും അവർ ജനങ്ങളുടെ കൂടെയാണ്. സ്വാഭാവികമായിട്ടും അവർക്കെതിരായി രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ സാധിക്കുമ്പോഴാണ് വിമർശനങ്ങൾ കൊണ്ടുവന്നവരെ തളർത്താൻ വേണ്ടി പറ്റുമോ എന്ന ശ്രമം നടത്താറുണ്ട്. പക്ഷേ അതിലൊന്നും തളരാതെയാണ് കണ്ണൂരിലെയും കേരളത്തിലെയും എല്ലാം പാർട്ടി നേതാക്കന്മാരും DYFI നേതാക്കന്മാരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ അത്തരം ഒരു ഓഡിറ്റിംഗ് നിങ്ങൾ ഒരു പ്ലസ് പോയിൻ്റായി കരുതുന്നുണ്ടോ? ആ ഓഡിറ്റിംഗ് കേരളത്തിൻ്റെ ഒരു പ്രധാനമായിട്ടും ഓഡിറ്റ് നിർവഹിക്കുന്നത് മാധ്യമങ്ങളാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഏതാണ്ട് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങളാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നതിൽ ചിലപ്പോൾ ഇടതുപക്ഷമായിട്ടൊക്കെ ബന്ധുള്ള ആളുകളുണ്ടെങ്കിൽ കൂടി ഈ മാധ്യമങ്ങളുടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ മുതലാളിമാരാണ്. അത് കേരളത്തിൽ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് വലതുപക്ഷം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം എന്ന് പറയുന്നത് മനോരമയാണ്. മനോരമ പൂർണ്ണമായും ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പത്രമാണ്. മാതൃഭൂമിയായിരുന്നു കുറേ കൂടി ഇടക്കാലം വരെയെങ്കിലും
ഒരു സാമാന്യ മര്യാദ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മാതൃഭൂമിയിലും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. മറ്റ് ന്യൂസ് റൂമുകളിലേക്ക് വന്നാൽ ഇതേ മനോരമയുടെ മറ്റൊരു വെർഷനാണ് മനോരമ ന്യൂസ് ചാനൽ, ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള ചാനലുകളെല്ലാം വരുന്ന ചാനലുകളെല്ലാം സംരക്ഷിക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ വലതുപക്ഷത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായ ഇടതുപക്ഷത്തെ അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ നിരന്തരമായി ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അത് തുടരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് തുടരുന്നത് കൊണ്ടോ അങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും കേരളത്തിനകത്ത് മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഏറ്റവും ശക്തമായ മാധ്യമാക്രമണം ഉണ്ടായിട്ടൊരു കുറച്ച് കാലമാണ് കടന്നു പോയിട്ടുള്ളത്. ഏതാണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം എന്നൊക്കെ പറയുന്നത് എന്തെല്ലാം ആരോപണം കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ അതെല്ലാം കൊണ്ടുവന്നിട്ട് നടത്തിയ ചർച്ചകൾ നമുക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിരയാകുമ്പോൾ ഓരോ ദിവസവും വാർത്തകൾ സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റൊക്കെ തുടർച്ചയായിട്ട് 10-70 ദിവസമൊക്കെ ഒരു വാർത്ത ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പിന്നീട് വന്ന ഇലക്ഷനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാധ്യമ മുറികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് അതൊന്നും ജനങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടി പോകുന്ന കാര്യമല്ല. അവരിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് CPM, DYFI ഒക്കെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ്. അതൊന്നും മാധ്യമ മുറികളിൽ നിന്ന് വന്നവരല്ല ഇതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്. കേരളത്തിലെ UDF നേതൃത്വം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്നൊക്കെ പറയുന്നത് അത് മാധ്യമ പെരളാണ് ഏറ്റുവാങ്ങി വന്ന ആളുകളാണ്. എന്നാൽ നേരെ മറിച്ച് CPM നേതൃത്വം എന്നൊക്കെ പറയുന്നത് അവരൊക്കെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ആളുകളാണ്. ഒരു ഘട്ടത്തിൽ അവരെയൊന്നും പുകഴ്ത്താനോ പുകഴ്ത്തിപ്പാടാനോ ഒന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ അവർക്ക് ജനങ്ങളെ അറിയാം, ജനങ്ങൾക്ക് അവരെയും അറിയാം, നിരന്തരമായി ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾ കാര്യങ്ങളെ വിവേചിച്ച് കാണുന്നു. അങ്ങനെ കാണുന്ന ആളുകൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമ സാക്ഷരത നന്നായിട്ടുണ്ട്. അവർക്ക് വരികൾക്കിടയിലൂടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആക്രമണം കൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ സാധിക്കുന്ന കാര്യം. എന്തായാലും ഈ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ കാണുന്ന വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത് വയനാട്ടിൽ DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരോപണം ഒരു MLA-ക്ക് നേരെയാണ്, കോൺഗ്രസിൻ്റെ നേതാവിന് IC ബാലകൃഷ്ണന് നേരെയാണ്. പക്ഷേ അത്തരം ആ ഒരു ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു പ്രേരണാ കുറ്റം ചുമത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച മാധ്യമങ്ങളിൽ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ഇടത് പ്ലാറ്റ്ഫോമിലൊക്കെ വലിയ ചർച്ച നടത്തുന്നത്. നിങ്ങളതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? അല്ല, ഈ IC ബാലകൃഷ്ണൻ്റെ വിഷയം മാത്രമല്ല, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മാധ്യമങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പുണ്ട്. ഒരു ഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ മാധ്യമങ്ങൾ ആ സമയത്ത് പാലിക്കുന്ന ഒരു മൗനമുണ്ട്. അത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു മൗനമാണ്. അത് ആളുകളുടെ മുന്നിൽ അങ്ങനെ പറയുന്നതാണ്. എന്തോ കേരളത്തിലെ ഇടതുപക്ഷത്തെ മാത്രം നന്നായി കളയാമെന്നൊരു നിലയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആകെയുള്ളത്. എന്നാൽ അങ്ങനെ നന്നാക്കണമെന്ന് ഉത്തമമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നാക്കേണ്ടത് കോൺഗ്രസിനെയാണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നന്നാക്കേണ്ടത്. എന്നാൽ അവർക്ക് വേണ്ടി ഒരു മൗനം എല്ലാ സമയത്തും മാധ്യമങ്ങൾ ഉണ്ടാവും. നിലമുറിച്ച് എതിർഭാഗത്ത് ഏതെങ്കിലും CPM-മായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ DYFI-യുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവും. അത് വലിയ സ്ക്രോളിംഗ് ആയിട്ട് പോകും, അത് വലിയ ബ്രേക്കിംഗ് ആയിട്ട് പോകും. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിലും നമ്മൾ കാണേണ്ടത് എതിരാളി ഒരു ഭാഗത്ത് CPM ആണെങ്കിൽ ആ വാർത്തക്ക് CPM വിരുദ്ധമായ വാർത്തയായി അത് കേരളത്തിലാകെ ആളിപ്പടരുന്ന നിലയുണ്ടാവും. അതിൽ കോൺഗ്രസ്സാണ് അതിൽ പ്രതിയെങ്കിൽ അത് വളരെ സമർത്ഥമായി കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കുന്നൊരു നില അത് കാലാകാലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണോ? നിങ്ങളുടെ വിമർശനം ശരി എന്ന രീതിയിലേക്ക് വരികയാണോ? നിങ്ങൾ പറയുന്നത് ഈ മാധ്യമങ്ങൾ ഒരു CPM വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടുകയാണോ ഇതൊക്കെ? കേരളത്തിലെ ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ള മാധ്യമ വിമർശനമാണ് ശരി എന്ന് അത് കേരളം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞുറപ്പിക്കേണ്ട ഒരു കാര്യമില്ല, അത് കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കണം. കാരണം കേരളത്തിലെ CPM-നെതിരായി അല്ലെങ്കിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിനെതിരായിട്ട് കഴിഞ്ഞ 10-50 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ അറ്റാക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിക്കെതിരെയൊക്കെ ആയിട്ട് SNC ലാവലും മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം നിരന്തരമായിട്ടുള്ള മാധ്യമക്രമമായിരുന്നു, മീഡിയ സിൻഡിക്കേറ്റ് പ്രവർത്തിച്ച കാലമായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നിലയിൽ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തുടർച്ചയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും തലയെടുപ്പമുള്ള വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാവായിട്ട് പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമ അറ്റാക്കുകൾ കൊണ്ടൊന്നും
എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയും എന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാത ശരിയാണെന്ന് ജനങ്ങൾക്ക് അറിയാം. അത് ഞാൻ പറയുന്നത് ജൈവ ബന്ധമാണ് ജനങ്ങളുമായിട്ടുള്ളത്, ദൈനംദിനമായിട്ടുള്ള ബന്ധമാണ്. എല്ലാ ദിവസവും പ്രാദേശികമായിട്ടുള്ള പാർട്ടി സഹാക്കളും പ്രവർത്തകരും എല്ലാം ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരാവശ്യം വന്നാലും ഏറ്റവും ആദ്യം ഓടിയെത്തുക പ്രാദേശികമായ CPM പ്രവർത്തകരുടെ അല്ലെങ്കിൽ DYF പ്രവർത്തകരുടെയാണ്. നിങ്ങൾക്കിപ്പോൾ കോവിഡ് നേരത്തെ പറഞ്ഞു, കോവിഡ് വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വലിയ അരക്ഷിതാവസ്ഥയായിരുന്നു. ഇപ്പോൾ സ്വന്തം രക്ഷിതാവിൻ്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ വേണ്ടി പോലും ഭയപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. കാരണം കോവിഡ് പോസിറ്റീവാണ്, അത് ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കില്ല പണിയാണ്. നിങ്ങൾ നോക്കുക, കണ്ണൂർ ജില്ലയിൽ മാത്രം ഞങ്ങൾ ആയിരക്കണക്കിന് ബോഡി DYF പ്രവർത്തകന്മാർ കിറ്റൊക്കെ ഇട്ട് ദഹിപ്പിക്കാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ക്വാറൻറ്റൈൻ്റെ ഭാഗമായിട്ട് ആൾ കിടന്നപ്പോൾ ക്വാറൻറ്റൈൻ കിടക്കുന്ന വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ, മരുന്നെത്തിക്കാൻ പോലും ആളുകൾ പാച്ചുന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് ഒരു പകയുമില്ലാതെ, പകച്ചു നിൽക്കലുമില്ലാതെ ആ ക്വാറൻറ്റൈൻ പ്രദേശത്തേക്ക് പോയി മരുന്നെത്തിച്ച DYF ആണ്. അപ്പോൾ അത് കോൺഗ്രസ്സുകാർക്കും അനുഭവവേദിയാണ്, ലീഗുകാർക്കും അനുഭവവേദിയാണ്. DYF എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാമുള്ള മനുഷ്യർക്ക് ഏറ്റവും ആദ്യം ആശ്രയമായത് DYF ആണ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖമായിരുന്നു മുഹമ്മദ് അഹമ്മദ്, പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്. നമുക്കെല്ലാം അറിയുന്ന, നിരന്തരമായി അവാർഡുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഗത്ഭ എഴുത്തുകാരനാണ്. മുഹമ്മദ് മാഷ് ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസിൻ്റെ ബന്ധം വിട്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ തന്നെ കാരണം ഈ കോവിഡ് സാഹചര്യമായിരുന്നു. അദ്ദേഹം കോവിഡ് സമയത്ത് കടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല ഒറ്റ കോൺഗ്രസ്സുകാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് അവിടുത്തെ DYFക്കാരാണ് പോയത്. DYFക്കാർക്ക് അറിയാം ഈ മുഹമ്മദ് മാഷ് ഏതെങ്കിലും DYFക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ വോട്ട് ചെയ്യുന്ന ഒരാളെ നമുക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ, പ്രായമായ ആളവിടെ കിടക്കുകയാണ്. അപ്പോൾ അയാളെ സംരക്ഷിക്കണം എന്ന ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾ പോവുകയാണ്. T. പത്മനാഭൻ്റെ ഒരു കഥ, അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് പപ്പാട്ടൻ്റെ വീട്ടിലേക്ക് ആക്രി പറക്കാൻ വേണ്ടി പോകുന്ന DYFക്കാരെ കുറിച്ചിട്ടാണ്. ആക്രി പറക്കിയ പണം കൊണ്ട് കേരളത്തിൻ്റെ ഈ പറയുന്ന പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിന് പകരമായി പണം സമ്പാദിക്കാൻ ഈ ചെറുപ്പക്കാർ എൻ്റെ വീട്ടിനകത്ത് വന്ന് ആക്രി പറക്കുന്നു എന്ന് T. പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ കഥയിൽ എഴുതുകയാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് ജൈവബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ DYFയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ബന്ധത്തെ തകർക്കാനൊന്നും ഏതെങ്കിലും നിലയിലേക്കുള്ളൊരു മാധ്യമ വിചാരണ കൊണ്ട് കഴിയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ഒരു മലയാളിയും മറക്കില്ല. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ പണം സമ്പാദിക്കാനുള്ള ഇത്തരം മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന അത്തരം ചർച്ചകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് നേരത്തെ കഴിഞ്ഞ പ്രളയമുണ്ട്, 2018 കേരളം കണ്ടിട്ടുള്ള വലിയ പ്രളയമുണ്ട്. ആ പ്രളയ സമയത്ത് അന്ന് നമ്മുടെ മലബാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ അങ്ങനെ പ്രളയം ബാധിച്ചില്ല, മധ്യകേരളത്തിലാണ് ബാധിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് അന്നത്തെ DYFയുടെ സ്റ്റേറ്റ് കമ്മിറ്റി നേരത്തെയുള്ള പല മുൻമാതൃകയിൽ നിന്നും നമുക്ക് ആക്രി ഒക്കെ ശേഖരിച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നാട്ടിലെല്ലാം സാമ്പത്തികമായിട്ടുള്ള കുഴപ്പമുണ്ടാകും. അപ്പോൾ ആ ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് പണം നേരിട്ട് വാങ്ങുന്നതിന് പകരം ഉപയോഗശൂന്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കണ്ടെത്തി, അത് കുറച്ച് സാഹസപ്പെട്ട പണിയാണ്. എന്നാൽ ആ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് 2018 തന്നെ DYF തെളിയിച്ചാണ്. അന്ന് കേരളത്തിന് വേണ്ടി ഈ പ്രളയത്തിന് ശേഷം കോവിഡ് ഇനിയിപ്പോൾ ആ സമയത്ത് DYF നടത്തിയ ഇടപെടൽ, കോവിഡിൻ്റെ സമയത്താണ് നടത്തിയ ഇടപെടലുണ്ട്. കോവിഡ് സമയത്ത് മൊത്തം ലോക്ക്ഡൗൺ ആയിരുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയമായിരുന്നു. ആ സമയത്താണ് DYF ആദ്യമായിട്ട് ഈ ഒരു വർക്ക് സംഘടിപ്പിക്കുന്നത്. അന്ന് നല്ല പ്രതികരണമാണ് പൊതുവിൽ ലഭിച്ചിട്ടുള്ളത്. അന്ന് 1,60,00,000 രൂപയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും ഞങ്ങളന്ന് ശേഖരിച്ചിട്ടുള്ളത്. പിന്നെ തുടർന്ന് ഈ പരിപാടികൾ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം DYF നടത്തിയ മാതൃകയിൽ, അന്ന് DYF കളിയാക്കിയ കുറേ ആളുകളുണ്ട്. ആക്രി വെറുക്കുന്നവരൊക്കെ വിളിച്ച് കളിയാക്കിയവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. എന്നാൽ അവർക്ക് ഞങ്ങളെ മാതൃകയാക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ വയനാടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. വയനാടിൽ നമ്മളെല്ലാം കണ്ടതാണ്. ഒരു ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഒരു നാടാകെ ഒലിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളാണ്. ഞാനൊരു ചാനൽ ഒരു വാർത്താ ചിത്രൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപകൻ, ഉണ്ണികൃഷ്ണൻ എന്തോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ ഉണ്ണിമാഷ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഏഷ്യാനെറ്റിൻ്റെ ലേഖകനാണ്. ആ ഏഷ്യാനെറ്റ് ലേഖകന് ആ ഉണ്ണിമാഷ് ഇൻ്റർവ്യൂ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഉണ്ണിമാഷ് തൻ്റെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞ് വിതുമ്പി കണ്ണു നിറയുമ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ക്യാമറാമാനും ഏഷ്യാനെറ്റ് റിപ്പോർട്ടറും കണ്ണു നിറഞ്ഞ് ആ വാർത്ത അവിടെ ഓഫ് ചെയ്യുകയാണ്.
അപ്പം അത്രമാത്രം വൈകാരിക അന്തരീക്ഷമായിരുന്നു. ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ മണ്ണിൽ പരിധി നോക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം ഈ മണ്ണിനടിയിലാണ്. ഞാൻ ഗൾഫിൽ പോയിട്ട് കുടുംബം നോക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാവരും മണ്ണിനടിയിലാണ്. നിങ്ങൾ നോക്ക്, ഇങ്ങനെ കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് ദുരന്തഭൂമിയിൽ DYFI ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും നന്നായി. ഒരു പക്ഷേ മാധ്യമങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവിടെ DYFI നടത്തിയ യൂട്യൂബ് ഇടപെടൽ ഒരു ക്യാമറക്കും മറക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നില്ല. സാധാരണഗതിയിൽ DYFI നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്താൽ ആ ചെയ്ത കാര്യങ്ങൾ കാണിക്കാതിരിക്കാനുള്ള ജാഗ്രതയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ വയനാട് അത് സാധിച്ചില്ല. സാധിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രെയിമിലും DYFI ആയിരുന്നു. നിങ്ങളൊരു ക്യാമറയും എടുത്ത് വയനാട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ DYFI യൂത്ത് ബ്രിഗേഡിനെ മറികടന്നുകൊണ്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം ചെറുപ്പക്കാർ അവിടെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. ആ ഘട്ടത്തിലാണ് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് അടിയന്തരമായും അവിടെ 25 വീടെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നൊരു ആഹ്വാനം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് സനോജ് നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാം ആലോചിച്ചു, നമുക്ക് ഈ പ്രവർത്തനം ആദ്യത്തെ പ്രഖ്യാപനം DYFI ആണ്. അപ്പോൾ DYFI 25 വീട് പറഞ്ഞപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ 30 വീട് കൊടുക്കാം എന്നൊരു ആഹ്വാനം നടത്തിയത്. നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഏതാണ്ട് ഇപ്പോൾ 4 മാസം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക അക്കൗണ്ടുണ്ട്. ഈ കോവിഡല്ലേ വയനാടുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രത്യേക അക്കൗണ്ടുണ്ട്. കാനറ ബാങ്കിലൊരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ ഇന്നേ ദിവസം ഏതാണ്ട് 20 കോടിക്ക് മുകളിൽ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാണോ, ഇത് വാഗ്ദാനം ചെയ്ത പണമല്ല, നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മളന്ന് പറഞ്ഞത് 15 ദിവസം കൊണ്ട് നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കണം. വലിയ ആവേശത്തോടു കൂടി നമ്മുടെ പ്രവർത്തകന്മാർ ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംഘടനാപരമായ ദൗർബല്യമൊക്കെയുള്ള മലയോരത്തുൾപ്പെടെ വലിയ മുന്നേറ്റമാണ്. ചെറുപ്പക്കാരെല്ലാം രംഗത്തിറങ്ങുകയാണ്. നമ്മൾ പ്രഖ്യാപിച്ച 15 ദിവസം കൊണ്ട് 3,78,00,000 രൂപയാണ് ജില്ലാ കമ്മിറ്റി മാത്രം സ്വരൂപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 25 വീട് സ്റ്റേറ്റ് കമ്മിറ്റി പറയുമ്പോൾ ഒരു 37 വീടെടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഒരു ജില്ലാ കമ്മിറ്റി മാത്രം സ്വീകരിക്കുകയാണ്. എന്തുമാത്രം പ്രവർത്തനം നടത്തിയെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ പ്രവർത്തകന്മാർ വരും ചാടി ഇറങ്ങുകയാണ്. അവരാൽ സാധിക്കുന്ന എല്ലാ പ്രവർത്തനമാണ്. ഏറ്റവും ഹൃദയസ്പൃക്കായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഇരിട്ടിയിലെ നമ്മുടെ സഖാക്കൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു നഴ്സ്, അവർ ഡ്യൂട്ടി ടൈമിലാണ്, അവർ ഈ DYFIക്കാരെ കണ്ട് ഇവർ വന്നത് ഈ റീബിൽഡ് വയനാടിൻ്റെ ആവശ്യങ്ങൾക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീ ഡ്യൂട്ടി ടൈമിൽ വന്ന് ഇപ്പം കയ്യിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരുടെ കാതിൽ അയച്ച് DYFIക്കാരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളിത് വയനാട്ടിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ പല വീട്ടിലും ചെന്നപ്പോൾ ചെറിയ കുട്ടികൾ അവർക്ക് സൈക്കിളൊക്കെ വാങ്ങാൻ വെച്ചിട്ടുള്ള കൊടുക്കുകയുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ DYFIക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഒരു പരാതിയുമില്ലാതെ അവരുടെ ഉപ്പമാരൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഇപ്പോൾ നമുക്കിത് അടുത്ത വർഷം സൈക്കിൾ വാങ്ങാമല്ലോ, ഇത്തവണ നമുക്കിത് DYFI കൊടുക്കാം, അവരിത് വയനാടിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഈ നിലയിലെ ആളുകൾ. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കിട്ടുന്ന നമ്മളമ്മമാരുണ്ട്. അവരെല്ലാം ഈ പെൻഷൻ കിട്ടാൻ കാത്തിക്കുന്ന ആളുകളാണ്. അവരെല്ലാം കാണിച്ചിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് അവർക്കില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിൽ DYFIക്കാരെ വിളിച്ച് എൻ്റെ ഈ 2 മാസത്തെ പെൻഷൻ നിങ്ങൾ വയനാടിന് വേണ്ടി കൊടുക്കണം എന്നൊക്കെയുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയിൽ പുറത്തൊക്കെയുള്ള അനുഭവം എന്ന് പറയുന്നത് സ്വന്തമായി താമസിക്കാൻ വീടില്ലാത്ത ആളുകളാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള പരമ്പരാഗത സ്വത്തിൽ നിന്ന് 40 സെൻറ്റും 50 സെൻറ്റും ഒക്കെ DYFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു. ഒരു സ്ഥലത്ത് വീട് വാങ്ങാൻ വേണ്ടി ഈ സ്ഥലമേറ്റ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ സ്ഥലം കൊടുത്ത ആളുടെ വീട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വീട് ചിലപ്പോൾ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. അത്രമാത്രം സൗകര്യങ്ങളില്ലാത്ത വീട്ടിൽ നിൽക്കുന്ന ഒരാളാണ് തങ്ങളുടെ 40 സെൻറ്റ് കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സന്നദ്ധമാണ് കേരളത്തിൽ. എന്നാൽ അവരെ പോയി കണ്ട് അവരെ ഇതിൻ്റെ ഭാഗമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മസംതൃപ്തി നമുക്ക് DYFI പ്രവർത്തകർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു 20 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100-200 വീട് വയനാടിന് വെച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ല ഇടപെടലാണ്. ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകന്മാർ ഉൾപ്പെടെ അവരുടെ ചിലപ്പോൾ 1-2 ദിവസത്തെ ജോലി കളഞ്ഞിട്ടൊക്കെയാണ് അവർ വരുന്നത്. അവർ മറ്റൊന്നും തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടല്ല. ചില ആളുകൾ പിന്നെ വീടുകളിൽ പോയിട്ട് അഭ്യർത്ഥിച്ചിട്ട് നിങ്ങളെ വീടിനകത്ത് ടോയ്ലറ്റ് ഉൾപ്പെടെ ഞങ്ങൾ വൃത്തിയാക്കാം, ഞങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടിയാൽ മതി. അത് വയനാടിന് വേണ്ടിയിട്ടാണ്. ചില സ്ഥലത്ത് തടി ചുമക്കാൻ ആൾ പോയിട്ടുണ്ട്. കല്ല് മുടക്കുന്ന പണിയിൽ പോയിട്ട് കല്ല് കടത്താൻ സന്നദ്ധമായ ചെറുപ്പക്കാരുണ്ടായിട്ടുണ്ട്. വീടിൻ്റെ വാർക്കപ്പണി നടക്കുമ്പോൾ ആ വാർക്കപ്പണി ഏറ്റെടുത്ത് ആ പണി നിർവഹിച്ചതിൻ്റെ ഭാഗമായി കിട്ടിയ കൂലി വയനാടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് ഈ പണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അതിന് കിട്ടേണ്ട ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ല എന്നില്ല.
അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഡിറ്റിങ്ങിനെ പറയുമ്പോൾ ഞങ്ങളന്ന് 25 വീട് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സാണ്. ഇതുവരെയായിട്ടും എവിടെയെങ്കിലും ഒരു വീട് പോലും എടുക്കേണ്ട പണം സമാഹരിച്ചു എന്ന് എനിക്കറിയില്ല. അവരും കുറച്ച് ഇതുപോലെ നമ്മളെ കണ്ട് പഠിക്കാനൊക്കെ നോക്കിയിരുന്നു, ചില ചലഞ്ചൊക്കെ ഏറ്റെടുത്ത് നോക്കിയിരുന്നു, ബിരിയാണി ചലഞ്ചൊക്കെ കണ്ടിരുന്നു, ചില സ്ഥലത്തൊക്കെ കണ്ടിരുന്നു, നല്ല തന്നെയാണ്. പക്ഷേ ഈ നിലക്കേക്ക് ഇത് നിങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടില്ല, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓഡിറ്റ് ചെയ്യില്ല. എന്ന് മാത്രമല്ല, ഒരു വീട് അവരെടുത്തു കൊടുത്താൽ നിങ്ങളത് വലിയ വാർത്തയാക്കും, എന്നാൽ നിങ്ങൾ 200 വീട് എടുത്ത DYFIയുടെ വാർത്തയെ തമസ്കരിക്കും. അപ്പോൾ ഇത് നമ്മൾ കാണുകയാണ്, അത് കണ്ടുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതായാലും അങ്ങനെ അതൊരു വലിയ വാർത്തയായിട്ട് ആരെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവർത്തനമല്ല. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടോ ആ പ്രതിസന്ധിയിലൊക്കെ നമ്മൾ സന്നദ്ധമാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ. അത് ഈ പ്രളയം മാത്രമല്ല, ഇപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടല്ലോ, അവിടെ പ്രളയജലം അടിച്ചങ്ങ് വന്നപ്പോൾ കുറേ മനുഷ്യരുടെ ശരീരം തന്നെ വേർപെട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡെഡ് ബോഡിയായിട്ട് കിട്ടിയതെന്ന് പറയുന്നത് നമ്മൾ ഫിഗറായിട്ട് പറയുന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ DNA ടെസ്റ്റ് നടത്തി. അപ്പോൾ ശരീരഭാഗങ്ങളാണ് കിട്ടുക ഭൂമിയിൽ നിന്ന്. ആ കിട്ടുന്ന ശരീരഭാഗങ്ങൾ DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇത് ഇന്നാളാണ് എന്ന് അനുമാനിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോൾ മലപ്പുറത്തുള്ള സഖാവ് ഷബീറും സംഘവുമാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. കുറേ ആളുകൾ തോളിൽ കയറ്റി, ശവശരീരം തോളിൽ കയറ്റി നടക്കുന്നൊരു വീഡിയോ വല്ലാതെ വൈറലായിരുന്നു. അത് സഖാവ് ഷബീറും സംഘമാണ്. അവരുടെ ടീം, അവിടുത്തെ മലപ്പുറം ജില്ലയിലെ DYFIക്കാരാണെന്ന് ഈ കുത്തിയൊലിച്ച പുഴ മലപ്പുറം ആ ഭാഗത്ത് പോയല്ലോ. അവരാണ് കാട്ടിൽ നിന്ന് ബോഡി ശേഖരിച്ചത്. അവർ പറഞ്ഞത് ഏതാണ്ട് അന്ന് പരിധിയെടുത്തിട്ടുള്ള 100-200 ബോഡിയിൽ 100 ചില്ലറ എണ്ണവും DYFIക്കാരാണ് പരിധിയെടുത്തത്. അവർ മണ്ണിടയിൽ നിന്ന് മാന്തി എടുക്കുകയാണ്. ചിലപ്പോൾ തലയാവാം, ചിലപ്പോൾ കൈയുടെ ഭാഗമാവാം, ചിലപ്പോൾ കാലാവാം. ഇതെല്ലാം പെറുക്കിയെടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇവർ ശേഖരിച്ച് കൊണ്ടുപോയി അത് DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇന്നാൾ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നത്. ഇപ്പം നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഏതാണ്ട് 200 പേരാണെന്ന് യൂത്ത് ബ്രിഗേഡ് വയനാട്ടിൽ പോയിട്ടുള്ളൂ. അതിൽ പോയതിൽ തന്നെ ഒരുപാട് ആളുകൾ ചുമതല നിർവഹിച്ചത് മോർച്ചറിയിലാണ്. സാധാരണഗതിയിൽ ആ മോർച്ചറിയിൽ ഈ ഒരു രൂപത്തിലുള്ള ശരീരമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മടിച്ചിരിക്കുന്ന സമയമാണ്. അവിടെയാണ് നമ്മുടെ കണ്ണൂരിലെ DYFIക്കാർ പോയി ആ മോർച്ചറിയിൽ ലൂട്ട് ചെയ്യുന്നു. അപ്പോൾ ജില്ലാ കമ്മിറ്റി നമുക്കിവിടെ കണ്ണൂരിൽ തന്നെ പാനൂർ, തലശ്ശേരി, എടക്കാട്, അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ഇരിട്ടിയ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നമുക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. ആ മുഴുവൻ ആംബുലൻസും അത്രയും ദിവസം വയനാട്ടിനായിട്ട് അവിടെ സൗജന്യമായ സേവനം നടത്തുന്ന നിലയുണ്ടായി. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അവിടെ ആവശ്യമായി വന്നപ്പോഴെല്ലാം ബോഡി സംസ്കരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞങ്ങളിന്ന് ഇവിടുന്ന് പ്രളയം വന്നതിൻ്റെ അന്നാണ് ഒരു വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വരുന്നത്, വയനാട്ടിൽ വലിയ പ്രളയമാണ്, അപ്പോൾ അവിടെ ആളുകൾക്ക് വസ്ത്രവും ഭക്ഷണവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം, അതുകൊണ്ട് അടിയന്തരമായിട്ട് എത്തിക്കണം. അപ്പോൾ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിലൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടത്, വയനാട്ടിന് അടിയന്തരമായിട്ടും ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് പുതിയ വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്, അതെത്തിക്കാൻ സന്നദ്ധമാവണം ഒറ്റ വാട്സപ്പ് മെസ്സേജാണ്. പിറ്റേ ദിവസം കണ്ണൂരിൽ നിന്ന് വയനാടേക്ക് പോയിട്ടുള്ള 27 ലോറിയുണ്ട്. ആ 27 ലോറിയിൽ 25 ലോറിയും DYFI പ്രവർത്തകർ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നിറച്ച ലോറിയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് DYFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇടപെടൽ താഴെത്തട്ടിൽ നമ്മുടെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എല്ലാം മറന്നിട്ട് അവർ രംഗത്തിറങ്ങുകയാണ്. അത് നമ്മുടെ അനുഭവമാണ്. നമുക്ക് സാധാരണഗതിയിൽ ഒരു പരമ്പരാഗതമായ പ്രവർത്തനത്തിന് വരുന്നത് പോലെയല്ല ഇത്. ഒരു പ്രതിസന്ധിയിലാണ് നാടെന്നറിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറുപ്പക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ആവശ്യപ്പെടുക, ഞങ്ങൾ വയനാട്ടിലേക്ക് വരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ചെറുപ്പം എന്ന് പറയുന്നത് പല ആളുകളും ചെറുപ്പക്കാർക്കൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും അവർ നല്ല രാഷ്ട്രീയ ജാഗ്രതയിലവരാണ്. നാടിനൊരു ആവശ്യം വന്നാൽ എന്തും ചെയ്യാൻ സന്നദ്ധമായിട്ട് അവർ നമ്മുടെ നാട്ടകത്ത് നിൽക്കുന്നുണ്ട്. അവരിൽ തന്നെയാണ് നമുക്ക് ആത്മവിശ്വാസം. DYFI സംബന്ധിച്ച് ആ ചെറുപ്പക്കാരിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. നമ്മൾ ഈ ഹൃദയപൂർവ്വം എന്ന ആ പദ്ധതി അതാണ് DYFIയെ വേറിട്ട് നിർത്തുന്നത്. കാരണം ഒരു ദിവസം പോലും മുടങ്ങാത്ത ആ പ്രവർത്തനം വർഷങ്ങൾ ഏതാണ്ട് 6 വർഷത്തിലധികമായി ആ പ്രവർത്തനം നടത്തുന്നു. ഇങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഹൃദയപൂർവ്വം പദ്ധതി അത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു പൈലറ്റ് വർക്കായിട്ട് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ടാണ് അവർ തുടങ്ങിയത്. പിന്നീടത് ആ പദ്ധതി സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കണമെന്ന് പിന്നീട് DYFI സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വലിയ സഹായമാണ്. ഇപ്പോൾ നമ്മളെ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഒക്കെ പോലെയുള്ള ആശുപത്രികളിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നിർവഹിക്കാൻ സാധിക്കാത്തത്രയും സാധുക്കളാണ്
മഹാഭൂരിപക്ഷ സ്ഥലത്തും വന്ന് നിന്ന് അഡ്മിറ്റായി ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുമെന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ. ഇപ്പം നമുക്കറിയാം, നമുക്ക് സാധാരണ നിലയിൽ ഒരു ദിവസം ഉച്ചക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു 100 രൂപ 2 പേർക്കും കൂടി ആവും. അപ്പോൾ ഒരു 100 രൂപ പോലും ചിലപ്പോൾ എടുക്കാൻ സാധിക്കാത്ത നിലയൊക്കെയുള്ള ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് വന്നു നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്നതിന് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ്. ഇങ്ങനൊരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയാൽ, സൗജന്യമായി ഏർപ്പെടുത്തിയാൽ അത് വളരെ സൗകര്യപ്രദമാണ് എന്നൊരു കാഴ്ചപ്പാട് കൂടി വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ നടപ്പിലാക്കിയത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ്. അതിപ്പോൾ ഏതാണ്ട് 6 വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ ജാഗ്രത ആവശ്യമാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഈ ഭക്ഷണം അവിടെ എത്തും എന്ന് ഉറപ്പിക്കണമല്ലോ. കാരണം ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി, തലശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ, പേരാവൂർ താലൂക്ക് ആശുപത്രി, ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ്, ഇത്രയും സ്ഥലത്താണ് നമുക്ക് ഭക്ഷണം എത്തിക്കേണ്ടത്. ഇവിടങ്ങളിലെല്ലാം എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം എത്തിക്കണം, അല്ലെങ്കിൽ എത്തണമല്ലോ. കാരണം ഈ ഭക്ഷണം കാത്ത ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഭക്ഷണം എത്തിക്കുക, ഒരു ദിവസവും മുടങ്ങാതെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ നമുക്കൊക്കെ നല്ല സുശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമാണ് DYFIക്ക് ഉള്ളത്. അതിൻ്റെ മേഖലാ കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ, യൂണിറ്റ് ഘടകം വരെയുള്ള കമ്മിറ്റികൾ, അവരെല്ലാം ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ ആ ചാർട്ടിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് അതിനൊരു ഫോളോ അപ്പ് വർക്ക് കൂടി ഉണ്ടാകുമ്പോൾ ഇതുവരെയും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയില്ല കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഉത്സവ ദിവസങ്ങളുണ്ടാവും. ഇപ്പോൾ ഓണമൊക്കെ എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുന്നതാണ്, വിഷു ഒക്കെ ആഘോഷിക്കുന്നതാണ്. ചിലപ്പോൾ ആ ദിവസങ്ങളിൽ പോലും നമ്മുടെ ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവരും. പക്ഷെ അവരതൊക്കെ നമ്മുടെ താഴെയുള്ള നമ്മുടെ DYFI നേതാക്കന്മാർ, പ്രവർത്തകന്മാരൊക്കെ വളരെ ആഹ്ലാദപൂർവ്വം കാര്യം നിർവഹിക്കുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് പരിയാരത്താണ്. അവിടെ ക്രിസ്മസിൻ്റെ അന്ന് ഭക്ഷണം കൊടുക്കുന്നത് ചെറുതാഴത്തെ മേഖലാ കമ്മിറ്റിയാണ്. അവർ പറഞ്ഞു, നമുക്ക് ക്രിസ്മസ് ആണല്ലോ, ഇതിനകത്ത് വരുന്ന കുറേയേറെ ആളുകൾ ചിലപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടവരാണ്, അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി കേക്ക് കൂടി മുറിക്കാം. അവിടെ ഏതാണ്ട് 1000 ചില്ലായിരം പേര് അഡ്മിറ്റുള്ളൊരു ഹോസ്പിറ്റലിൽ അന്ന് അവിടെ കേക്ക് മുറിച്ചിട്ടാണ് അന്ന് DYFIയുടെ ഈ ഹൃദയപൂർവ്വം ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. അന്ന് അതിനൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം നമ്മൾ കേരളത്തിൽ ഇതുവരെ കാണാത്ത നിലക്കേക്ക് എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം വരികയാണ്. ഇപ്പോൾ പുൽക്കൂട് തകർക്കപ്പെടുന്നു, ക്രിസ്മസ് കരോളിനെ ആക്രമിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസ് കരോൾ കെട്ടിപ്പോകുന്നത് ക്രിസ്ത്യൻ കുട്ടികളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ജീവിക്കുന്ന പ്രദേശത്തൊന്നും ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ഇല്ല ഒരു പ്രദേശത്തുനിന്ന്. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാ ക്രിസ്മസിനും ചിലപ്പോൾ 5 or 6 ടീമായിട്ട് ഈ ക്രിസ്മസ് കരോൾ ടീമുകൾ വരും, കുട്ടികളൊക്കെ വരും. അവരൊന്നും ക്രിസ്ത്യാനികളായതുകൊണ്ട് വരുന്നതല്ല, അതൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ ആക്രമിക്കുക, അതിനെ പുൽക്കൂട് തീയിടുക എന്നൊക്കെ പറഞ്ഞ നിലയ്ക്കൊക്കെ മാറുമ്പോൾ നമ്മളൊരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം. നമ്മൾ ആലോചിച്ചു, അവിടെ നമുക്ക് അന്ന് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കണം. കാരണം അങ്ങനെ ആരെങ്കിലും ഒരു നോ പറയുമ്പോൾ ആ നോയുടെ കൂടെ പോകാനല്ല, മറിച്ച് അവിടെ നമ്മൾ ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ക്രിസ്മസ് പാപ്പാനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളെന്നാ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കേവലം ഭക്ഷണം വിതരണം കൊടുക്കാമെന്ന് മാത്രമല്ല, ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നൊരു മാറ്റമുണ്ട്. ഇപ്പോൾ മനോജ് മയിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയാൽ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുവരുന്നെങ്കിൽ എൻ്റെ അമ്മക്കറിയില്ല ഇത് ഈ ഭക്ഷണം കഴിക്കുന്നത് മനോജ് മയിലാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ഏത് മതക്കാരനും ഏത് ജാതിക്കാരനാണെന്ന് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ നിലയ്ക്കൊക്കെ ജാതി മതവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. എൻ്റെ മതക്കാരൻ, എൻ്റെ ജാതിക്കാരൻ എന്നൊക്കെ പറയുന്നൊരു കാലത്ത് ഒരു വീട്ടിൽ നിന്ന് രാവിലെ അമ്മ ഒരു 5 or 6 പൊതി ഉണ്ടാക്കുകയാണ്. ആ അമ്മക്കറിയില്ല ഈ പൊതി വാങ്ങി കഴിക്കുന്നത് എൻ്റെ ജാതിക്കാരനാണോ എൻ്റെ മതക്കാരനാണോ എന്തെങ്കിലും എനിക്ക് പരിചയമുള്ളവരാണെന്ന് അറിയില്ല. അവരതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം പോലെ അവർ സന്നദ്ധമായി ചെയ്യുകയാണ്. ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമല്ലോ. പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഉച്ചഭക്ഷണ പൊതിയുടെ കൂടെ ചില എഴുത്തുകളും പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെയൊക്കെ അത് വലിയ വാർത്തയായിട്ട് വരാറുണ്ട്. ഇപ്പോൾ നിരന്തരമാകുമ്പോൾ നമുക്കറിയാം അതൊരു വാർത്താ പ്രാധാന്യമില്ല. പക്ഷേ അതിനൊക്കെയുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മനസ്സാണ് അതിനകത്ത് ഉണ്ടാവുക. കാരണം ചിലപ്പോൾ 10-200 രൂപ നോട്ട് വെച്ചിട്ട് ഒരു എഴുത്തായിരിക്കും. ആ എഴുത്തിലുണ്ടാവുക, ഈ പണം കൊണ്ടൊന്നും ആവില്ലെങ്കിലും നിങ്ങൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങണം, എനിക്ക് നിങ്ങൾ അറിയില്ലെങ്കിലും എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു പൊതുമനസ്സാണ്, ഏതെങ്കിലും ഒരു അമ്മ എഴുതുന്നതല്ല, അത് കേരളത്തിൻ്റെ ഒരു പൊതുമനസ്സാണ്. ആ പൊതുമനസ്സിൻ്റെ കൂടി ഇതിൽ ഇപ്പോൾ DYFI ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഇത് DYFIയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിനോട് സഹകരിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ സമത്വമൊക്കെ പറയുമെങ്കിലും ഭക്ഷണമൊക്കെ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ അമ്മമാർ തന്നെയാണ്.
അപ്പോൾ ഓരോ ദിവസവും ഒരു ദിവസം 3000 ഭക്ഷണമാണ് നമ്മൾ ജില്ലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഭക്ഷണം കൊടുത്തു. ഈ ലക്ഷക്കണക്കിന് ഭക്ഷണം പൊതിയുടെ പിറകിൽ നമ്മുടെ എല്ലാം വീട്ടിലെ അമ്മമാരുടെ കൈകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് രാവിലെ എണീറ്റ് ചിലപ്പോൾ സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കറിയും ചോറും ഒക്കെ ആക്കിയിട്ടാണ് വീട്ടിൽ പോവുക. പക്ഷേ നിങ്ങളൊരാൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അത് 1-2 കറികൾ വേണ്ടി വരും, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ രാവിലെ എണീറ്റ് DYFIക്കാർക്ക് വേണ്ടി അവർ വരുന്നത് കാണുമ്പോൾ 3-4 മണിക്കൂർ മുമ്പ് എണീറ്റ് ഭക്ഷണമൊക്കെ ഒരുക്കി ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു വലിയ സപ്പോർട്ടിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് ഇപ്പോൾ ചില ആൾ നമ്മളെ വിളിച്ച് പറയും, നിരന്തരം ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണം ചിലപ്പോൾ കൊടുക്കുന്നവളായിരിക്കും, അവർക്ക് ചിലപ്പോൾ അത് കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, കാരണം അവരൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചില ഘട്ടത്തിലാണ് ഞങ്ങളെ വിളിച്ച് പറയും, നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഇപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കാറുണ്ട്, പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം അത് അനുഭവവേദിയാണ്. കാരണം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾക്കോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റി. ആ ഭക്ഷണം കഴിക്കാൻ പറ്റിയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലായിട്ടുള്ളത്. വീട്ടിൽ നിന്ന് കെട്ടിത്തരുന്ന ഈ ചോറ് അത് കഴിക്കുമ്പോൾ കണ്ണു നിറയുന്ന അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ അത് പൊതുവിൽ നമുക്കും ഈ പറഞ്ഞതുപോലെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇതൊരു ബദൽ സാധ്യതയാണല്ലോ. അപ്പോൾ അത് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുക. എത്ര തന്നെ വർദ്ധിച്ചാലും ആ വർദ്ധിച്ച അളവിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അത് പൊതുവിൽ ഒരു പൊതു സ്വീകാര്യത അതിനകത്തുണ്ട്. പക്ഷേ അതിനകത്തും ഈ പറഞ്ഞതുപോലെ വന്ന് അതൊരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമൊക്കെ ആയി ചില വീടുകളിൽ നിന്നും ചോറ് കൊടുക്കണമെന്നൊക്കെ ചില സംഘടനകളൊക്കെ പറഞ്ഞ നിലയ്ക്ക് എത്തുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ മൗഢ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. DYFI അങ്ങനെ ചില പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടതാണ്. ചില ഒറ്റബുദ്ധികളുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. ആ ഒറ്റബുദ്ധികൾ ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കും. നമ്മൾ ഹൃദയപൂർവ്വത്തിന് ഒരു ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയല്ല, അതൊരു ജനകീയമായ ഇടപെടലാണ്. കാരണം CPM അല്ലെങ്കിൽ DYFI പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല ഭക്ഷണം വാങ്ങുന്നത്. ഞങ്ങൾ തന്നെ പറയാറുണ്ട്, എല്ലാ വിഭാഗം മനുഷ്യരുടെയും വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങണം. രാഷ്ട്രീയ എതിരാളി ആയിക്കോട്ടെ, നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ അടുത്ത് ഭക്ഷണം അവർ കൂടി പങ്കാളിയാവാണ് ഈ പദ്ധതിയിൽ. ഇത് ഞങ്ങൾ വിശാലമായൊരു മാനവിക തലം കണ്ടിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും വീട്ടിൽ പോയി അവരൊക്കെ കണ്ട് ഭക്ഷണം വാങ്ങി അവരെ കൂടി ഇതൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഒരു ഫീലിങ്ങിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണം, നല്ല പിന്തുണ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു ജാഗ്രതയാണ്, നമ്മൾ നല്ല ജാഗ്രത അതിനകത്ത് സ്വീകരിക്കുന്നുണ്ട്. പരമാവധി ഭക്ഷ്യവിഷവാദിയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ചില ആളൊക്കെ വിളിച്ച് ഞങ്ങൾ പറയാറുണ്ട്, ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം ഞങ്ങൾ കൊടുക്കാമെന്ന് പറയും. ഇപ്പോൾ പെരിയാരത്തോ കണ്ണൂരോ അച്ഛൻ്റെ ആണ്ടാണ് അല്ലെങ്കിൽ മറ്റ് ഒരു ദിവസം ഭക്ഷണം ഞങ്ങൾ കൊടുക്കാം. അപ്പോൾ ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെ ബൾക്കായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും നിലയിൽ അതിനകത്ത് അപകടം പറ്റിയാൽ എല്ലാവരെയും ബാധിക്കും. ഇത് വീടുകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2-3 പൊതിയാണ് കൊണ്ടുവരിക. അത് ഭക്ഷ്യവിഷവാദക്ക് തീരെ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് പൊതി ഞങ്ങൾ ശേഖരിക്കുന്നതാണ്. നിരന്തരം ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട് ഈ കാര്യത്തിൽ. ഞങ്ങൾ കൊടുക്കാമെന്നുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളത് പൊതുവിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. ആർക്കെങ്കിലും പൊതിച്ചോറ് വീടുകളിൽ നിന്ന് അങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിന് ഭാഗമായിട്ട് കൂട്ടും എന്നല്ലാതെ മറ്റ് എവിടെയെങ്കിലും വെച്ച് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്ന് അത് കൊടുക്കുന്ന നിലക്കേക്കൊന്നും പോകാതെ വീടുകളിൽ നിന്ന് തന്നെ ശേഖരിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ DYFI കഴിഞ്ഞ എത്രയോ കാലങ്ങളായി, ഒരു 8 വർഷത്തിലധികം ഇപ്പോൾ ഒരു ഭരണപക്ഷ അനുകൂലമായി പോവുകയാണ്. സമരങ്ങൾക്കൊക്കെ ഒരു ഇടവേള നൽകിയാണ് നിങ്ങളുടെ പ്രവർത്തനം. അത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇത്തരം പ്രവർത്തനങ്ങളെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണോ? സമരങ്ങൾക്ക് ഇടവേള എന്നല്ല, DYFI നിരന്തരം സമരം ചെയ്യുന്ന പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ DYFI പ്രധാനമായും യുവജന പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു സംഘടനയാണ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നം ഉയർത്തുന്ന സംഘടനയാണ്. നമ്മൾ നേരത്തെ നടത്തിയ സമരങ്ങളെല്ലാം യുവജനങ്ങളുമായി ബന്ധപ്പെട്ട സമരമാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ടാകുമ്പോഴാണ് കേരളം UDF ഭരിക്കുന്നത്. അന്നത്തെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ഒന്നുകിൽ അധ്യയനം തുടങ്ങിയാൽ പാഠപുസ്തകം കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പാഠപുസ്തകം അച്ചടിച്ചിട്ടുണ്ടാവില്ല. യുവജന രംഗത്താണെങ്കിൽ അന്നത്തെ സർക്കാർ നിലപാടെന്ന് പറഞ്ഞാൽ തസ്തിക വെട്ടിക്കുറക്കുക, PSC നിയമനം ഇല്ലാതിരിക്കുക. ഇതൊക്കെയാണ് അന്ന് സമരത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തിനാണ് സമരം ചെയ്യേണ്ടത്? കേരളത്തിലെ പാഠപുസ്തകം നിങ്ങളൊരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പുസ്തകം അടിച്ചിട്ട് സ്കൂൾ പുസ്തകത്താണ്. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ആ കണക്ക് പറയുന്നത് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തൊഴിൽ കൊടുക്കുന്നതിൻ്റെ ഏതാണ്ട് 52% കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ 25 കോടി ജനങ്ങൾ UP യിലുണ്ട്. ആ UP യിൽ ഒരു വർഷം കൊടുക്കുന്ന PSC തൊഴിൽ എന്ന് പറഞ്ഞാൽ 1200 പേർക്കാണ് PSC വഴി കൊടുക്കുന്നത്. അവിടുത്തെ PSC വഴി 25 കോടി ജനങ്ങളില്ല.
3.25 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു വർഷം കൊടുക്കുന്നത് 35,000-ന് മുകളിലാണ് PSC നിയമനം എന്ന് പറയുന്നത്. ഈ അന്തരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്, സർക്കാരാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ സമരം ചെയ്താൽ പോലും അത് സാധ്യമല്ലായിരുന്നു. എന്നാൽ ഇന്ന് അഭ്യർത്ഥിച്ചാൽ മതി, ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയാൽ മതി. ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് സാഹൂതം വീക്ഷിക്കുകയാണ്, ഇടപെടുകയാണ്. അപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും PSC വഴി തൊഴിൽ കൊടുക്കുന്നു. അപ്പം അങ്ങനെയെല്ലാം ഉള്ളൊരു ഗവൺമെൻറ് കേരളത്തിനകത്ത് ഉണ്ടാകുന്നു. അതോടൊപ്പം DYFI മുന്നോട്ട് വെക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അതേ കാഴ്ചപ്പാട് പിന്തുടർന്നുകൊണ്ട് ഈ ഗവൺമെൻറ് പോവാണ്, ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് അത്തരം വിഷയങ്ങളിൽ. അപ്പം അങ്ങനെയെല്ലാം പോകുന്ന ഒരു ജനകീയമായ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും നിലയിൽ സമരം ചെയ്ത് ദുർബലപ്പെടുത്തുക എന്നുള്ളതല്ല, ആ ഒരു ലൈനിലേക്കല്ല പോകുന്നത്. എന്നാൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറയുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്തിട്ട് തന്നെയാണ് DYFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടപെടലുകളില്ലാത്ത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ സമരം ഇല്ലാത്തത് കൊണ്ട് തുടങ്ങിയ പദ്ധതിയല്ല ഇതൊന്നും. നേരത്തെ തന്നെ സമരം ഉണ്ടാകുമ്പോൾ ഈ പദ്ധതികളുണ്ട്. എന്നാൽ നിരന്തരം നവീകരിക്കണം പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ യുവജന പ്രസ്ഥാനമായിക്കോട്ടെ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, നവീകരിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു എന്നൊരു ട്രാക്കിൽ നമുക്ക് ഇക്കാലത്ത് പോകാൻ സാധിക്കില്ല. കാലം മാറുന്നു, അഭിരുചി മാറുന്നു, ആവശ്യങ്ങൾ മാറുന്നു, ആവശ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരന് ഒരു വില്ലേജ് ഓഫീസിൽ പോകണമെങ്കിൽ ഒരാളുടെ സഹായം ആവശ്യമാണ്. കാരണം ഒരു അപേക്ഷ എഴുതാൻ അറിയാത്തവരാണ് നാട്ടിൽ. അന്ന് അപേക്ഷ എഴുതാൻ ഒരാളെ സഹായം ആവശ്യമാണ്. ഇന്ന് അങ്ങനെ ആവശ്യമില്ല. കാരണം നിങ്ങൾ അക്ഷയ ഓഫീസിൽ പോയിട്ട് ഒരു പൈസ കൊടുത്ത് നിങ്ങൾക്ക് കാര്യം നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ പ്രാദേശികമായിട്ടും എല്ലാം ആളുകളുടെ ആവശ്യങ്ങൾ മാറുന്നു, അഭിരുചികൾ മാറുന്നു, ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം മാറുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നമ്മൾ സംഘടനാ പ്രവർത്തനവും മാറ്റേണ്ടി വരും. അപ്പോൾ പുതിയ ആവശ്യങ്ങൾ വരുമ്പോൾ ആ പുതിയ ആവശ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ വയനാട്ടിൽ നമ്മൾ കണ്ടത്. ഒരു സേന നമ്മൾ നാട്ടിനകത്ത് ഉണ്ടാക്കി. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് യൂണിഫോമായിട്ടൊരു 3000 പേരുണ്ടാവും, യൂത്ത് ബ്രിഗേഡ് വളണ്ടർമാർ എന്ന് പറയുന്നത്. വയനാട്ടിൽ തന്നെ അനുഭവം ഉണ്ടായല്ലോ. ഒരു ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന് പുതിയൊരു മിഷൻ കണ്ടെത്തുകയാണ്. ഒരു തുടിപ്പ് ഭൂമിക്കടിയിലുണ്ട്, പുതിയ സംവിധാനം വഴി അവർ കണ്ടെത്തുകയാണ്. ആ സ്ഥലത്ത് പോയി ഇറങ്ങി അവിടെ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്ന് വന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആളുകൾക്ക് പറഞ്ഞു അത് റിസ്ക്കുള്ള ഏർപ്പാടാണ്. ആ റിസ്ക്കുള്ള ഏർപ്പാട് അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് DYFIക്കാരാണ് പോയിട്ട് നിർവഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ആവശ്യം നിർവഹിക്കപ്പെടുന്നു, അതിനുവേണ്ടി ചെറുപ്പക്കാർ സന്നദ്ധമാവുകയാണ്. ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുക. അതിനടിയിൽ ഭൂമിക്കടിയിൽ ഒരു ജീവനുണ്ടെങ്കിൽ ആ ജീവനെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ ആ റിസ്ക് ഏറ്റെടുക്കാൻ DYFI സന്നദ്ധമാവുക. യുവാക്കളിൽ ഈ അരാഷ്ട്രീയവാദം വരുന്നുണ്ടോ? യുവാക്കൾ ഇങ്ങനെ ഈ സംഘടനയിൽ പൊതുരംഗത്തേക്കൊക്കെ വരുന്നത് കുറയുന്നുണ്ടോ? അത് അരാഷ്ട്രീയവാദത്തിന് വലിയ സ്വാധീനം കേരളത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുതിയ മാധ്യമങ്ങൾ അതുണ്ടാക്കുന്ന പ്രചരണം, പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണം, രാഷ്ട്രീയമൊക്കെ മോശമാണ് എന്ന നിലക്കൊക്കെയുള്ള ചില പ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങൾ ബോധപൂർവം അല്ലെങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി വന്ന വലിയ മാറ്റമുണ്ട്. അത് പുതിയ മനസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, അതൊക്കെ ഒരു പരിധിവരെ ഒരു അരാഷ്ട്രീയവൽക്കരണത്തിലേക്ക് ചിന്തിക്കണമെന്ന നിലക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിൽ പ്രത്യേകമായും ഇപ്പോൾ ക്യാമ്പസിലൊക്കെ രാഷ്ട്രീയം, ക്യാമ്പസ് പൊളിറ്റിക്സൊക്കെ കുറച്ചുകൂടി ശക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ വന്ന വിധി എന്ന് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പിന്നെ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം മതത്തിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ മതം നിരോധിക്കുന്നില്ലല്ലോ, പിന്നെ ക്യാമ്പസ് പൊളിറ്റിക്സ് നിരോധിക്കേണ്ടതില്ല എന്ന നിലക്കൊക്കെയാണ് കോടതി പറയുന്നത്. അപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് നല്ല രാഷ്ട്രീയവൽക്കരണം നടക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അൺഎയ്ഡഡ് ചില ക്യാമ്പസുകളൊക്കെ നമ്മുടെ നാട്ടിലും ജില്ലയിലൊക്കെ ഉണ്ട്. അവിടത്തേക്ക് പോകാനൊക്കെ സാധിക്കാത്ത ചില ക്യാമ്പസുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒരു കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പരമാവധി ചെറുപ്പക്കാരെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു പ്രകടനാത്മക ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവണമെന്നില്ല. എല്ലാ കാര്യങ്ങളോടും അപ്പോൾ തന്നെ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞ രീതി ഉണ്ടാവില്ലെങ്കിലും അവർക്ക് കൃത്യമായ സമയത്ത് രാഷ്ട്രീയം അവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ ഈ കോവിഡ് വന്നപ്പോഴും ഒക്കെ അതുവരെയും നിങ്ങളിങ്ങനെ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന യുവത്വം എന്നാണ് പറഞ്ഞിരുന്നത്. അവരാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് കയ്യിലേക്ക് എടുക്കുന്നത്. ഈ ഫോൺ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാമെന്ന് ചെറുപ്പക്കാർ കാണിച്ചത്. അതുകൊണ്ട് എല്ലാവരും അരാഷ്ട്രീയത പാതിലേക്കാണെന്ന് പറഞ്ഞ് തള്ളുന്നതിനോട് അർത്ഥമൊന്നുമില്ല. എന്നാൽ അവർക്ക് പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പുതിയ അഭിരുചികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ അതിനനുസരിച്ച് സംഘടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നവീകരണം കൂടി വരുത്തിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ DYFI
പല കാര്യങ്ങളിലും വിമർശന വിധേയമാവുകയാണ്. ഏറ്റവും ഒടുവിൽ കാഞ്ഞങ്ങാട് DYFI നേതാവ് നടത്തിയ ഒരു പ്രസംഗം, അവിടുത്തെ DYSP നമ്മുടെ ബാബു പെരിങ്ങേത്തിനെതിരെ നടത്തിയ ഒരു പ്രസംഗം തീവ്രവാദ ബന്ധം പോലും ആരോപിക്കുകയാണ്. പൊതുവേദിയിലാണ് ഒരു നേതാവ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ അതങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊക്കെ ഒരു സമരമുഖത്തിൻ്റെ വൈകാരികമായ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് കാണുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രജീഷ് അവിടുത്തെ DYFI ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അയാൾ കാണുന്നൊരു രംഗം എന്ന് പറയുന്നത് അവിടുത്തെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ പോലീസ് അത്തരം രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ആ DYSP ബാബു പെരിങ്ങേത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതല്ലേ? ഒരു നേതാവല്ലേ അദ്ദേഹം? ഈ തീവ്രവാദ ബന്ധം പോലും ആരോപിക്കപ്പെടുകയാണ്. ശരി, ഞാൻ ആ പ്രസംഗം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കാരണം അത് അങ്ങനെ ഒരു എനിക്കൊന്ന് വാട്സപ്പ് വഴിയൊക്കെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ ആ പ്രസംഗം അതിൻ്റെ കണ്ടൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ഒരു ഇത് പറഞ്ഞത് ഒരു വൈകാരികമായ പ്രസംഗത്തിൻ്റെ വന്നു പോയതാവാം, അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനകത്തൊന്നും അങ്ങനെ ഒരു പ്രത്യേകമായി കാണേണ്ട അന്തരീക്ഷം ഉണ്ടെന്ന് തോന്നുന്നു. ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയല്ലേ അല്ല, നമ്മളെല്ലാ ആളുകളും പിന്നെ ഏത് പ്രസംഗം നടത്തുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പറയുന്ന വാക്കിനോട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. ഞാൻ പറയുന്നൊരു വാക്കിനോട് എനിക്ക് 100% ഉത്തരവാദിത്വം ഉണ്ടാവണം, ഏത് ഘട്ടത്തിലായാലും. അത് നാളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതെനിക്ക് പറയാൻ സാധിക്കണം. ഇന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ സാധിക്കണം. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം എല്ലാ കാലത്തും എന്നുള്ളതാണ്. നേരെ മറിച്ച് കണ്ണൂരിലേക്ക് വന്ന PP ദിവ്യയുടെ കാര്യത്തിലും അത് തന്നെയാണോ DYFIക്ക് പറയുന്നത്? അല്ല, അത് ദിവ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ദിവ്യ CPMൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. പാർട്ടി തന്നെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. പാർട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് പുതിയതായിട്ടൊന്നും പറയാൻ ഇല്ല. അത് പാർട്ടി എടുത്ത സ്റ്റാൻഡാണ്. അതിൻ്റെ കൂടെ ഞാനൊരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ ആ സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത്. മറ്റൊരു കാര്യം, നമ്മൾ കണ്ണൂരിലെ DYFIയുമായും നേതാക്കളുമായും ഒക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ, ഈ മാഫിയ സംഘങ്ങളുമായുള്ള ഒരു ബന്ധം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് അടക്കം സംഘടനയിൽ ഉയർത്തുന്ന വിഷയം. ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ DYFI അതിനുശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ തച്ചുടക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണോ DYFI പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളത്? അതായത് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ചില വിഷയങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന അവർ DYFI ആയി ബന്ധപ്പെട്ട ആളുകളല്ല, ഏതെങ്കിലും DYFIയുടെ സംഘടനാ ഘടകത്തിലുള്ളവരോ. ഇപ്പോൾ DYFIയുടെ ഒരു സംഘടനാ രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യൂണിറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി ഉണ്ടാവണം, അല്ലെങ്കിൽ മേഖലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി ആയിരിക്കണം, ഇല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി. ഇങ്ങനെയാണ് ഈ സംഘടനാ ഘടകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനാ ഘടകത്തിൽപ്പെട്ട ആളുകളെ ഒന്നുമല്ല DYFI എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിട്ട്. ഇവരൊക്കെ DYFI എന്ന് പറഞ്ഞ നിലയിൽ ചില ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ചുവന്ന തലക്ക് കെട്ടി കുറേ വിപ്ലവ വാക്കുകൾ എഴുതി വെച്ച് വിപ്ലവകാരിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് കിട്ടും. അവരെ നിങ്ങൾ DYFIയുടെയും CPMൻ്റെയൊക്കെ നേതാക്കന്മാരായിട്ട് അവതരിപ്പിച്ചാൽ അത് ശരിയായ കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചിലൊരു സന്ദർഭം ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്തുമായൊക്കെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായപ്പോൾ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജാഥ നടത്തിയിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇപ്പോൾ ഞങ്ങളുടെ സംഘടനാ പരിശോധന നടത്തി. ഏതെങ്കിലും ഘടകത്തിൽ ആർക്കെങ്കിലും ഇത്തരം സംഘവുമായിട്ട് ബന്ധമുണ്ടോ, അത് വ്യക്തിപരമായ പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും നിലയിൽ ലഹരി ഇത്തരം ഉപയോഗം നടക്കുന്ന ആളുകളുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. കർശനമായ നിലപാട് ഞങ്ങൾ ജില്ലയിൽ സ്വീകരിച്ചു. ഒരാൾ പോലും ഇത്തരം സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ എന്തെങ്കിലും അനുഭവമുള്ള ആളുകൾ പോലും ഒരു സ്ഥലത്തും വേണ്ട നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. മറ്റതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചിഹ്നം ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. ഇത് ഈ തലയിൽ കെട്ടുന്നതും ഈ ചോപ്പ് കൊടുക്കുന്നതും ആയാലും ആകാശത്തില്ലങ്കേരി ആയാലും അവർക്കൊന്നും DYFI ആയിട്ടൊരു ബന്ധമില്ല. ഈ പറയുന്ന ഈ കക്ഷികൾക്കൊന്നും DYFI ആയിട്ടൊരു ബന്ധമില്ല. കാരണം അവർ DYFI നിങ്ങൾ ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരല്ല. DYFIയുടെ മെമ്പർഷിപ്പ് പോലും അവർക്കില്ല. ഞങ്ങളെല്ലാം പ്രത്യേകമായിട്ട് വിളിച്ച് പറയാറുണ്ട്, അവർക്കൊന്നും മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും DYFIയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, വളരെ ഏകകണ്ഠമായിട്ടാണ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്ക്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആ വിഷയം കണ്ണൂർ ജില്ലക്കകത്തില്ല. ഞങ്ങൾ സ്വീകരിച്ച നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ശക്തമായ നിലപാട് അതിനകത്തുണ്ടാവും. ഏതെങ്കിലും മാഫിയ പ്രവർത്തനങ്ങളോടൊന്നും
ഏതെങ്കിലും DYFI പ്രവർത്തകന്മാർ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവരൊന്നും DYFIക്കകത്ത് ഉണ്ടാവില്ല. പക്ഷേ ഈ മനു തോമസ് DYFIയുടെ ജില്ലാ പ്രസിഡന്റായി നിന്ന ആൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് ഗൗരവത്തോടു കൂടി കാണുന്നത് അത്തരം വിഷയങ്ങൾ ഉയർത്തിയത് കൊണ്ടാണോ മനു തോമസിന് മനു തോമസ് വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് നമ്മളെന്തെങ്കിലും നിലയിൽ കമൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. മനു തോമസ് വ്യക്തിപരമായി എടുത്ത് മനു തോമസ് പുറകോട്ട് പോയൊരു രാഷ്ട്രീയ രംഗത്ത് പുറകോട്ട് പോയ കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്തൊന്നും വസ്തുതയില്ല കാര്യങ്ങളൊന്നുമല്ല. ആ കാര്യങ്ങളൊക്കെ നന്നായി പരിശോധിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമായി അയാൾ എടുത്തൊരു തീരുമാനമാണ്. അതിനകത്ത് പ്രത്യേകമായിട്ട് ഞങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മനു തോമസിനെ തിരിച്ച് കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിലുള്ള അല്ല, മനു തോമസ് DYFIയുടെ പ്രായപരിധി കഴിഞ്ഞ ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചപ്പോൾ എനിക്ക് DYFIയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ സാധിക്കുക. മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഞാൻ പറയാൻ യോഗ്യനുമല്ല, ഞാൻ പറയേണ്ട ആളുമല്ല. DYFIയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനു DYFIയുടെ ഒരു പ്രായം കഴിഞ്ഞ് സംഘടനയിൽ നിന്ന് പോയ ആളാണ്. ഈ മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സംഘടനയിൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് ശരിയായിരുന്നു ശരിക്കും? അല്ല, മനു തോമസ് അങ്ങനെ ഒരു എന്തെങ്കിലും ആരോപണം സംഘടനക്കുള്ളിൽ ഉയർത്തിയ അനുഭവമൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. DYFI രംഗത്തുണ്ടാകുമ്പോഴൊന്നും ഏതെങ്കിലും ആരോപണം ഉയർത്തിയ അനുഭവം നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. ആ ചർച്ചകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു കഴമ്പും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. അതൊക്കെ അവാസ്തവമായ കാര്യങ്ങളാണ്. കുറേ ഏതാണ്ടെല്ലാം അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിച്ചിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്തിട്ടുള്ള പണിയാണെന്ന് അതുമായി ബന്ധപ്പെട്ട്. ഈ മനു തോമസ് പുറത്തു പോകാൻ, പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകാൻ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന് ഈ കാര്യങ്ങളൊക്കെ ഒരു മറയാക്കി എന്നാണോ? അതല്ല, അത് മനു തോമസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനതിനകത്ത് അയാൾ പുറത്തു പോകാൻ തീരുമാനിക്കുന്നതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടന്നു വരികയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ DYFI എന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ? പാർട്ടി ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുന്ന ഒരു വിഷയം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് DYFIയുടെ ജില്ലാ സെക്രട്ടറിയായിട്ടാണ്. അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് അതിനകത്ത് മറുപടി പറയാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഞാൻ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനുമല്ല. ഞാനെല്ലാം മറുപടി പറയേണ്ടത്. അല്ല, നിങ്ങൾക്ക് അർഹമായ അല്ല, ഞങ്ങളങ്ങനെ DYFI പ്രവർത്തനം നടത്തുന്നത് പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടണം എന്നൊന്നും വെച്ചു നടത്തുന്നില്ല. DYFI സ്വതന്ത്രമായ സംഘടനയാണ്. ഞങ്ങൾ പലപ്പോഴായിട്ട് ഈ നാടിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. DYFI സ്വതന്ത്ര സംഘടനയാണ്. DYFIയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ ചിലപ്പോൾ CPMൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, അതിൻ്റെ ഏതെങ്കിലും കമ്മിറ്റികളുടെ ഉണ്ടാവാം. എന്നാൽ DYFI എന്ന് പറയുന്ന സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ്. DYFI മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കുന്ന ആർക്കും അതിൽ പ്രവർത്തിക്കാം. DYFI മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് അംഗീകരിക്കുന്ന ആർക്കും വന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന പൂർണ്ണമായും സ്വതന്ത്രമായി നിൽക്കുന്ന സംഘടനയാണ് DYFI. അതുകൊണ്ട് DYFI പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും സംഘടനയുടെയൊക്കെയുള്ള ഭാരവാഹിത്വത്തിലേക്കോ എല്ലാം പിന്നെ അത് മറ്റ് നിങ്ങൾ അത് ഈ വലതുപക്ഷ സംഘടനകളൊക്കെ സ്വീകരിക്കുന്ന നിലപാടാണ്. അപ്പോൾ ഞാൻ DYFIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എനിക്കത് പറയാൻ സാധിക്കൂ. അപ്പോൾ അതാണ്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ് വരാൻ പോകുന്നത്. 2025 ആയാലും 26 ആയാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ ഈ പടിവാതിക്കലാണ്. യുവജന സംഘടന എന്നുള്ള രീതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. യുവാക്കളാണ് ഏറ്റവും കൂടുതലായി ഇത്തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളൊക്കെയായി വരാൻ സാധ്യത കൂടുതലുള്ളത്. അത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ DYFI കടന്നിട്ടുണ്ടോ? അല്ല, DYFIക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് നേരിട്ട് ഇടപെടുന്ന രീതി DYFIക്കില്ല. DYFI ഈ പറഞ്ഞതുപോലെ യുവാക്കളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇടപെടുക എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ DYFI നേരിട്ട് ഇടപെടാറില്ല. എന്നാൽ DYFIക്കാരായിട്ടുള്ള ആളുകളൊക്കെ, പ്രാദേശികമായി ഇടപെടുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ആ രാഷ്ട്രീയത്തിൽ പരിഗണിക്കപ്പെടാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു അംഗീകാരം കൂടി കണ്ടുകൊണ്ട് പ്രാദേശികമായിട്ട് പല സ്ഥലത്തുമൊക്കെ ചെറുപ്പക്കാരൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അത് പ്രത്യേകമായി DYFI ആയതുകൊണ്ട് അയാൾ അതാവുന്നതില്ല നമ്മൾ കാണുന്നത്. DYFIക്ക് അങ്ങനെ DYFIക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ഇലക്ഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം നിലനിന്ന് പോകുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ വികസന നേട്ടങ്ങൾ എല്ലാം നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് എടുത്താൽ ആ ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ചെറുപ്പക്കാരെ സന്നദ്ധമാക്കും. കാരണം നമുക്ക് കേരളമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഇന്നത്തെ നിലയിൽ സാധിക്കുക ഇടതുപക്ഷത്തിന് മാത്രമാണ്. UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, BJP ഒരു ഹിന്ദു വർഗീയ പാർട്ടിയാണ്. അത് അവരങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്ത് പോകുന്ന പാർട്ടിയാണ്. UDF മതേതരത്വം പറയുമെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി
യു ഡി എഫിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അപ്പോൾ നമ്മൾ കേരളം ഇതുവരെ കാണാത്ത നിരക്കിയേക്കുള്ളൊരു പുതിയൊരു കൂട്ടുകെട്ടിലേക്ക് UDF മാറിക്കൊണ്ടിരിക്കുന്നു. SDPI NDF എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് അവർ ലക്ഷ്യം വെക്കുന്നൊരു വിഭാഗമുണ്ട്, മുസ്ലിം വിഭാഗമുണ്ട്. അവർ തന്നെ ഇടംകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കിയ വിഭാഗമാണ് SDPI ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പുറത്താക്കിയൊരു കൂട്ടർ അവരാണിപ്പോൾ ആരെ നയിക്കുന്നത്? ലീഗിനെയും കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് മുന്നണിക്കുമെതിരായിട്ട് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം അതിന് DYFI കൂടി നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ അവറിൽ CP ജോൺ ആയിരുന്നു നമ്മുടെ അതിഥി. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ SDPIയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, അവരുടെ വെൽഫെയർ പാർട്ടി, ഈ പാർട്ടികളെയൊക്കെ തന്നെ RSSനെ പോലെ എതിർക്കേണ്ട ഒരു പാർട്ടികളല്ല. അവർ ഒരിക്കലും ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ വരുന്ന ആളുകളല്ല. ന്യൂനപക്ഷങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പരിഗണിക്കേണ്ടത്. CPM അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം DYFI നടത്തിയൊരു സമരം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടക്കെതിരെയായിരുന്നു. ബംഗ്ലാദേശ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകത്ത് എവിടെയുമുള്ള നയം എന്ന് പറഞ്ഞാൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള നിലപാടാണ്. അത് പ്രഖ്യാപിതമാണ്. അപ്പോൾ കേരളത്തിൽ വന്ന് ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും കൂടെ നിൽക്കുക എന്നില്ലല്ല. CP ജോൺ ഇങ്ങനെ പല കാര്യങ്ങളും അഭിപ്രായം പറയും. കേരളത്തിൽ 100 അല്ലെങ്കിൽ 99% മുസ്ലിം ജനവിഭാഗവും അംഗീകരിക്കാത്തവരാണ് ആര്? ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും. അപ്പോൾ അവർ ന്യൂനപക്ഷത്തിൻ്റെ മുഖമാണ് എന്നൊക്കെ CP ജോണിനെ പോലെ ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടത് പരിതാപകരമായിട്ട് അവസ്ഥ എന്നേ പറയാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ആകെ. കാരണം രാജ്യത്തെമ്പാടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വലിയ നീക്കം നടക്കുമ്പോൾ, പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അതിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയ നിയമസഭ കേരള നിയമസഭയാണ്. നിങ്ങൾ ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും സമീപകാലത്ത് നടന്നിട്ടുള്ള ഏത് വിഷയത്തിനകത്തും ഏറ്റവും ആദ്യം ഇടപെടുന്നത് കേരളമാണ്, കേരളത്തിലെ ഇടതുപക്ഷമാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യയിലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് പോലെ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കാൻ ശ്രമം നടത്തി. ലക്ഷ്യം എന്തായിരുന്നു? അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചേരിയിൽ പോയി അതൊക്കെ അടിച്ചു പൊളിക്കാമെന്നില്ലയാണ്. അവിടെ ആദ്യം ഓടിയെത്തിയത് വൃന്ദാകാരാട്ടാണ്. നിങ്ങൾ ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ട് കലാപങ്ങളുണ്ട്. ആ കലാപ കേന്ദ്രങ്ങളിലൊക്കെ ഓടിയെത്തിയിട്ട് ആദ്യം ഇടപെടുന്നത് CPM ആണ്, DYFI ആണ്, ഇടതുപക്ഷമാണ്. അപ്പോൾ ഇടതുപക്ഷ ന്യൂനപക്ഷങ്ങളുടെ കൂടെ തന്നെയാണ്. എന്നാൽ അത് പറഞ്ഞ് കേരളത്തിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന SDPI, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഈ രണ്ട് കൂട്ടരുടെയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ വിഭാഗമുണ്ട്. അവരുടെ കൂടെ തന്നെയാണ്, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. ആ നിലപാടിൽ ഒരു ക്ലാരിറ്റി കുറവും ഇല്ല. പിന്നെ ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും, RSS ഭൂരിപക്ഷ വർഗീയതയാണ് അധികാരം പിടിക്കും, ശരി തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ രണ്ട് വർഗീയതയും തമ്മിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരം പിടിക്കുമെന്നില്ല എന്നല്ല, ഒരു വർഗീയത മറ്റു വർഗീയതയ്ക്ക് വളായിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയതയ്ക്ക് അങ്ങനെയുണ്ട്, ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ അതിനുണ്ട്. നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയത വളരുക. അപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്കറിയാലോ. ഒരു ചൂണ്ടിക്കാണിക്കാതെ മറ്റവൻ സംഘടിക്കുകയാണ്, നീ ഇങ്ങനെ സംഘടിക്കാതിരുന്നു, അതാണ് വാട്സപ്പിൽ വരിക. മുസ്ലിം സംഘടിക്കുകയാണ്, അല്ലെങ്കിൽ ഇതാ ഹിന്ദു സംഘടിക്കുകയാണ്. അപ്പോൾ ഏത് വർഗീയതയായാലും ഒന്ന് മറ്റത്തിനും വളമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഗീയതക്കെതിരായ നിലപാട് സ്വീകരിക്കുകയാണ്. വർഗീയതക്കെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് മുസ്ലിമിനെതിരാണ് എന്ന് പറയുന്നതൊക്കെ അത് ശുദ്ധ വിഡ്ഢിത്തരമാണെന്നേ പറയാൻ സാധിക്കൂ. കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗവും നല്ല മതേതരവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അവർ കൂടിയാണ് കേരളത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് നഞ്ച് കലക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള വർഗീയ ശക്തികളുണ്ട്. അവരെ തുടർന്ന് തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൊതു നിലപാട്. എന്തായാലും DYFI എന്ന പ്രസ്ഥാനം കേരളത്തിന് നൽകുന്നത് ആത്മവിശ്വാസമാണ്, കരുത്താണ്. ആ പ്രവർത്തനം അവർ ഏതൊക്കെ രീതിയിലാണ് നടപ്പാക്കിയത് എന്ന് DYFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടായാൽ അത്തരക്കാരെ കണ്ടെത്തി സംഘടനയിൽ നിന്നും മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ശക്തമായി തന്നെ സംഘടന
നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടർന്നും അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഡിവൈഎഫ്ഐ. കേരളത്തിൽ ഡിവൈഎഫ്ഐ ഇന്നോളം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ സംഘടനയെ നമ്മുടെ ഈ കേരളത്തിൻ്റെ അംഗീകാരം നേടിക്കൊടുത്തിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ അവർ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയെ കണ്ണൂരിൽ തുടർന്നും അതിശക്തമായി നയിക്കാൻ അഡ്വക്കേറ്റ് സരിൻ ശശിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.